നഗരത്തിൽ സംസാര വിഷയം ഒരു ഫിലിം ഉണ്ടായിരുന്നു. ജഗദീഷും സിദ്ദീഖുമാണ് അതിന്റെ മെഡിക്കൽ ഫിലിം റെപ്രസെന്റേറ്റീവ്. അപ്പൊ അതില് നമ്മളെ എറണാകുളത്ത് ഷാനൈസിന്റെ ഓപ്പോസിറ്റ് ഒരു ഒരു എന്തൊരു സീലോഡ്, അങ്ങനെ ഒരു സീലോഡല്ലോ, അങ്ങനെ ഒരു ബാർ ഉണ്ടായിരുന്നു അവിടെ. അതിന്റെ പേര് കിട്ടല്ല, ഇപ്പൊ ഇല്ല ബാർ ഉള്ളിൽ തന്നെ. അവിടെ നിന്ന് നമ്മുടെ ഒരു ടൈലർ ഷോപ്പൊക്കെ ഉണ്ട്, ഫേമസ് ആയിട്ടുള്ള ടൈലർ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബാറിന് ചിത്രല്ലേ, നടി ചിത്ര പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പാടിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ പ്രൊഡ്യൂസർ ഉണ്ട് അനൂപ് തൊട്ട്, പുള്ളിയും കൂടെ പാടുന്നതായിട്ട്. അപ്പോൾ ഇവർക്ക് ഓർക്കസ്ട്ര ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്, ഞങ്ങൾ ഓർക്കസ്ട്ര. ആ സമയത്ത് പോകുന്ന സമയത്ത് എന്നോട് ചോദിച്ചു, ഞാൻ സാക്സോഫോൺ എടുത്തു. അപ്പോൾ ആദ്യത്തെ അതിന്റെ ഡയറക്ടർ മരിച്ചുപോയി, പുള്ളിന്റെ പേര് മാറ്റി. പുള്ളി എന്നോട് ചോദിച്ചു, താൻ ഇത് വായിക്കുന്ന ആളാണോ എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പാട്ടുകാരനാണ്. എന്നാൽ മാറിയിരിക്കുന്നപ്പോൾ വേറെ എനിക്കറിയാവുന്നൊരു വ്യക്തി ഓടി വന്നിട്ട് പറഞ്ഞു, ഞാനിത് വായിച്ചോളാം പറഞ്ഞു. പുള്ളി പിടിച്ചു. അപ്പോൾ ക്യാമറ ഇത്ര ഇങ്ങനെ മുമ്പിലാണ്. അപ്പോൾ പുള്ളി ചോദിച്ചു, ക്യാമറ ഫുള്ള് കിട്ടുമല്ലോ എന്നുള്ള രീതിയിലാണ്. പക്ഷെ എന്നെ പിടിച്ച് ഗിറ്റാറിൻ്റെ അവിടെ ഇരുത്തി. അപ്പോൾ ഞാൻ ഗിറ്റാർ വായിക്കുന്നത്. അന്നത്തെ ദിവസം ഷൂട്ടിങ് കഴിഞ്ഞ് പിറ്റേന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ പിറ്റേന്ന് വേറൊരു ആളാണ് പോയത്, ഇപ്പോഴും ഉണ്ട് പുള്ളി പോയിട്ട് എന്നോട് പിറ്റേന്ന് തിരിച്ചു കൊണ്ടുവന്നു, എടാ നിൻ്റെ സീനൊക്കെ കട്ട് ചെയ്തിട്ടാ, കാരണം എൻ്റെ സീനാണ് എടുത്തിരിക്കണം, നീ ഇന്നലെ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ചിത്രഹാർ എന്നൊരു സംഭവം ഉണ്ടായിരുന്നു ഒരിടക്ക്. ഈ ചിത്രഹാറിൽ വന്നപ്പോഴാണ് എൻ്റെ നെയ്ബേഴ്സ് പറയണം, നവാസിന് ഇപ്പോൾ കാണിച്ചോളൂട്ടാ ടി വിയിൽ. അപ്പോൾ എന്താ നവാസ് ഇങ്ങനെ ഗിറ്റാർ വായിച്ചോണ്ടിരിക്കുന്നത്, ചിത്ര പാടും കനകതാരമേ എന്നുള്ളൊരു പാട്ടാണ്. ഇത് പാടുമ്പോൾ നവാസ് അപ്പോൾ ഫുൾ എന്നെ കാണിക്കുന്നുണ്ട്. ഞാനില്ലാത്ത ദിവസം പുള്ളിൻ്റെ കയ്യാടുത്ത്. അങ്ങനെയൊക്കെ അപ്പോൾ അവിടെ വിഷമമായി.